പ്രേക്ഷകൻ എന്ന നിലയിൽ ആത്യന്തികമായിട്ട് അതൊന്നും ബാധകമല്ല. പക്ഷേ ചില സമയത്ത് നമുക്ക് അതെല്ലാം ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ കാണുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ പുതിയൊരു ട്രെൻഡ് അനുസരിച്ചിട്ട് അറിയാമല്ലോ ഇപ്പോൾ മലയാള സിനിമകൾ അവസാനം എന്തായിരിക്കും എന്ന്. ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൈത്താങ്ങും കൂടി ആവണം. ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്കും ഇഷ്ടപ്പെടും, പ്രായം ചെന്നവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ച് ആൾക്കാർ പുതിയതാണ് എന്നുള്ളത് നമുക്ക് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ഫാമിലിക്ക് ഒരു നല്ലൊരു സബ്ജക്റ്റാണ്, നമുക്കിരുന്ന് കാണാം, എല്ലാവർക്കും കാണത്തക്ക ഒരു പടമാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഈ പടം. എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും, കാണികൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്കും ഇഷ്ടപ്പെടും, പ്രായം ചെന്നവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിട്ട് മാറും. നല്ല സിനിമയായിരുന്നു, എന്താണ് നല്ലൊരു തീമായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാം പുതുമുഖ ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാവരും അവരുടേതായിട്ടുള്ള കഴിവുകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ടെക്നീഷ്യന്മാരാണെങ്കിലും ക്യാമറയാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല ഇത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൈത്താങ്ങും കൂടി ആവണം. മാക്സിമം കഴിയണതും എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ്. നന്നായിട്ടുണ്ടായിരുന്നു. ഡയറക്ഷൻ നല്ല പക്ക ഡയറക്ഷനാണ്. പിന്നെ ക്യാമറ വർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്ര നല്ല. എല്ലാവരും പറയത്തക്ക എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫിലിം നല്ല രീതിയിൽ സക്സസ് ആവട്ടെ. എല്ലാവരും കാണണം, എല്ലാവരും വിജയിപ്പിക്കണം, നല്ല സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും പുതുമുഖങ്ങളാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രിയങ്ക നല്ലൊരു ലീഡിങ് ക്യാരക്ടറാണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ടു, ഇന്നത്തെ ഫസ്റ്റ് ഷോ ആയിരുന്നു. ഓവറോൾ മൂവി കൊള്ളാം. ഒരു നവാഗതൻ എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് പുള്ളിക്കാരൻ ചെയ്തു. സെക്കൻഡ് ഹാഫ് തൊട്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ഹൊറർ എന്ന് പറഞ്ഞാൽ ചില മൂവ്മെൻറ്റ് പുള്ളിക്കാരൻ പ്രസൻറ്റ് ചെയ്തത് പുതിയൊരു രീതിയായിട്ട് എനിക്ക് തോന്നി. എടുത്തു പറയത്തേക്ക് നവാഗതനല്ലേ, അപ്പം വീണ്ടും തീർച്ചയായിട്ടും പുള്ളിക്കാരൻ ഇനിയും നന്നാവും എന്നുള്ളൊരു നിലയ്ക്ക് നമുക്കൊരു അവസരം കൊടുക്കാം. പുതുമുഖങ്ങൾ ചില ആൾക്കാരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവർ പുതിയ സിനിമയാണെന്നുള്ള രീതിയിലല്ല അവർ പെർഫോം ചെയ്തത്. കുറച്ച് ആൾക്കാർ പുതിയതാണ് എന്നുള്ളത് നമുക്ക് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും കുഴപ്പമില്ല, അവർ നന്നായിട്ട് അവരുടെ ബെസ്റ്റ് അവർ ചെയ്തിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർ അങ്ങനെ ചെറിയ കുട്ടികൾക്ക് കണ്ടുപിടിക്കത്തക്ക രീതിയിലൊന്നുമില്ല, എന്നാലും പിള്ളേർ കാണും. നല്ലൊരു പടമാണ്. അല്ല, ഞാൻ ശരിക്കും ഒന്നാണ്, ഞാൻ പടം നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ശരിക്കും മുഴുവനായിട്ട് കാണുന്നത് ഇന്നാണ്. വലിയ സന്തോഷം, നല്ലതായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന സിനിമ പ്രേക്ഷകരോട് ഒരുമിച്ചിരുന്ന് കാണുക എന്നൊക്കെ പറയുന്നതല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം. എന്തായാലും വലിയ സന്തോഷം. കൂടെ കണ്ടവരൊക്കെ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷം. സിനിമ കൊള്ളാം. പെട്ടെന്നൊന്നും കഥ പിടികിട്ടുന്നില്ല. ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് കഥ. കുഴപ്പമില്ല, അവരുടെ കുഴപ്പമില്ല. ഒരു ആവറേജ് പടം, ഒരു കുഴപ്പമില്ല, ഒരുവിധം പിടിച്ചിരുത്താം. പടം എടുത്തു പറയാൻ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കർണിക എന്നൊരു സിനിമ, കാരണം ഞാൻ സിനിമയ്ക്ക് മുമ്പ് ഈ ഒരു സംവിധായകൻ്റെ ഒരു പോസ്റ്റ് കേട്ടിരുന്നു, ഇതൊരു കംപ്ലീറ്റ്ലി റിയലിസ്റ്റിക് ആയിരിക്കത്തില്ല. അപ്പം ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ വന്നത്. പിന്നെ അതുപോലെ തന്നെ അവരൊരു മുൻകൂർ ജാമ്യം എന്ന പോലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 90% കൂടുതലും പുതുമുഖ താരങ്ങളാണ് ഈ സിനിമയിൽ ഉടനെ. അപ്പം ഞാൻ ആ ഒരു അഭിനയിച്ചത്, അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നാണ് നോക്കിക്കാണാനാണ് ഞാൻ ഈ സിനിമയെ ശ്രമിക്കുന്നത്. കാരണം നമുക്കറിയാം, നമുക്ക് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ആത്യന്തികമായിട്ട് അതൊന്നും ബാധകമല്ല. പക്ഷേ ചില സമയത്ത് നമുക്ക് അതെല്ലാം ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ കാണുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെയായിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ഈ സിനിമയുടെ ഒരു നെഗറ്റീവ്സ് എനിക്ക് തോന്നി കഴിഞ്ഞത്, കഥ നല്ല രീതിയിൽ ഉണ്ടെങ്കിലും അതിൻ്റെ സംഭാഷണങ്ങൾ പലയിടത്തും കുറച്ചൊരു അതിനാടകീയമായിട്ടുള്ളൊരു ഫീല് വന്നിട്ടുണ്ട്. പിന്നെ പുതുമുഖ താരങ്ങളുടെ ചില രീതിയിലുള്ളൊരു ഡയലോഗ് ഡെലിവറിയൊക്കെ കുറച്ചൊരു രീതിയിലൊരു വീക്കായിട്ടുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ശ്രദ്ധ വരുത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. പിന്നെ പുതുമുഖ താരങ്ങൾ വളരെ നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ്, അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഒരു സിനിമയിലെ ഒരു പ്രധാന താരങ്ങളെ ഒരു പ്രധാന സീക്വൻസ് അങ്ങനെ ഒരു റിവലേഷനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു പഴയ അല്ലെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് പേരെ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് കണക്റ്റ് ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ നേരത്തെ സംഭാഷണങ്ങളിലെ ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ കണക്റ്റ് പലയിടത്തും അത് നല്ല രീതിയിൽ അത് വർക്കൗട്ട് ആകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു സംശയം എനിക്ക് തീർച്ചയായിട്ടും തോന്നി. പിന്നെ ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത്. ഒരു സംവിധായകൻ്റെ ഒരു കയ്യൊപ്പ് ഈ ഒരു സിനിമയിൽ ഉടനീളം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഈ ഒരു സിനിമയുടെ കഥ പോകുന്ന ഒരു തരത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഏകദേശം ഇൻ്റർവെല്ലിന് അടുപ്പിച്ച് തന്നെ ഒരു സിനിമയുടെ ഏകദേശം ഒരു ക്ലൈമാക്സ് ആയിപ്പോയല്ലോ ഫീൽ എനിക്ക് തോന്നി. പിന്നെ ഇതെങ്ങനെ കഥ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ പിന്നീട് അങ്ങോട്ട് വീണ്ടും ഒരു റിവലേഷൻ, കുറേ ട്വിസ്റ്റുകൾ വരുന്നുണ്ട്.
അതായത് ഈ സിനിമയുടെ കഥ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ഒരു പഴയൊരു മനയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു പഴയൊരു കാര്യം, പിന്നെ ഒരു ഇന്ന് നടക്കുന്ന ഒരു കാര്യം, രണ്ട് കാര്യങ്ങളായിട്ടാണ് നടക്കുന്നത്. ഫ്ലാഷ് ബാക്കും ഇത് അങ്ങോട്ട് ഫ്ലാഷ് ബാക്കും ഇതിലും തമ്മിൽ സ്വിച്ച് ഓവർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പൂർണ്ണമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇപ്പം കന്നഡയിൽ നമ്മളിപ്പോൾ ഉപേന്ദ്ര സംവിധാനം ചെയ്ത സിനിമകളൊക്കെ പഴയ സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ടറിയാം പ്രേക്ഷകനെ അത്യന്തം കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഒരു കഥയുടെ ഒരു കുറച്ച് ലൂസാവുന്നു, പിന്നെ വീണ്ടും ഒരു ടൈറ്റ് ആവുന്നു, അങ്ങനത്തെ രീതിയിൽ അതാണ് എനിക്ക് പ്ലസ് പോയിൻ്റ് ആയിട്ട് എടുത്തത്. കാരണം ഒരു സംവിധായകൻ അങ്ങനത്തെ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകനെ കുറച്ചുകൂടെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ. അപ്പം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ആത്യന്തികമായിട്ട് ഒരു ത്രില്ലറാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പൂർണ്ണമായിട്ടും റിയലിസ്റ്റിക് ആണോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം സിനിമ ആദ്യത്തെ ഷോ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പം പൂർണ്ണമായും റിയലിസ്റ്റിക് ആണോ, സൈക്കോളജിക്കലാണോ, ത്രില്ലറാണോ, അങ്ങനത്തെ ഒരു ജോണറിൽ കൊണ്ടുപോകുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഒരു സിനിമയുടെ ഉദ്ദേശം അവർ പറഞ്ഞിരുന്നത് ഇതെല്ലാം കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഒരു മൈൻഡ് സെറ്റോണ്ടാണ് ഈ സിനിമ കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു രീതിയിൽ എനിക്ക് ഓക്കെ തോന്നി. പിന്നെ ഒരു സിനിമയുടെ അവസാനം കൊണ്ടെത്തിക്കുന്നതും ഒരു പുതിയൊരു ട്രെൻഡ് അനുസരിച്ചിട്ട് അറിയാമല്ലോ ഇപ്പോൾ മലയാള സിനിമകൾ അവസാനം എന്തായിരിക്കും എന്ന് ഒരു ടൈലൻഡ് പോലത്തെ അങ്ങനത്തെ രീതിയിൽ ചെറിയൊരു ലൂസ് പ്ലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അവർ വീണ്ടും ഡെവലപ്പ് ചെയ്തിട്ട് പുതിയൊരു സ്റ്റോറി എടുക്കാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് സിനിമയെക്കുറിച്ചുള്ള എനിക്ക് പറയാനുള്ളത്.